നമസ്കാരം. എന്തുകൊണ്ടാണ് ബി.ജെ.പി. ദക്ഷിണേന്ത്യയിൽ പച്ചപിടിക്കാത്തത്? കാലാകാലങ്ങളായുള്ള ഈ ചോദ്യത്തിന് പലപ്പോഴും കിട്ടുന്ന ഒരു ഉത്തരം ന്യൂനപക്ഷങ്ങൾ ബി.ജെ.പിയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്നത് തന്നെയാവും. ഒരുപക്ഷെ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ തലവന്മാരുമായി പല ചർച്ചകൾ നടത്തിയതും. നമ്മുടെ കേരളത്തിലും നമ്മളത് കണ്ടതാണ്. ക്രിസ്തീയ സഭാ മേലധ്യക്ഷന്മാരുമായി മറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രധാന ചർച്ചകൾ നടത്തിയിരുന്നു. ഇപ്പോഴിതാ രാജ്യത്തെ വിവിധ മത നേതാക്കളുമായി വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തുള്ള വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന മത നേതാക്കളുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സുപ്രധാന കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടാതെ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗ്ദീപ് ധൻഖറും ഈ ഒരു കൂടിക്കാഴ്ചയുടെ ഭാഗമാവുന്നുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകളിലും നടപടികളിലും ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുമുണ്ട്. ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷന്റെ ചീഫ് ഇമാമായ ഇമാം ഉമർ മുഹമ്മദ് ഇല്യാസി ഉൾപ്പെടെയുള്ള മത നേതാക്കളുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ബി.ജെ.പി. അവരുടെ വഴികൾ കൂടുതൽ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബി.ജെ.പിക്ക് കുറച്ചെങ്കിലും ഒരു ശക്തി കുറവുള്ളത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ മാത്രമാണ്. അതുകൂടി പരിഹരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും രാജ്യത്ത് ബി.ജെ.പിയുടെ ഒരു വലിയ മേധാവിത്വം കാണാൻ സാധിക്കുമെന്നും ഉറപ്പാണ്. ഇതിന്റെ മുന്നോടിയായി തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ ന്യൂനപക്ഷങ്ങളെ ബി.ജെ.പി. അവരുടെ പോളിസി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടക്കുന്നതും. എന്തായാലും വരും ദിവസങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും സുപ്രധാന നീക്കങ്ങൾ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.